കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയെയും കുറിച്ചുള്ളതായ പാഠങ്ങളാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് ദൈവത്തിൻ്റെ സ്വതന്ത്ര ഇച്ഛ, സ്നേഹം, ദൈവിക സംരക്ഷണം അഥവാ ദൈവിക നടത്തിപ്പ് എന്നുള്ളതായ പാഠത്തെ ആധാരമാക്കിയാണ് ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി മാത്യു ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം പാസ്റ്റർ. ഇന്നത്തെ ഈ ആഴ്ചത്തെ പാഠത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുതൽ, സംരക്ഷണം. ഇംഗ്ലീഷിൽ അത് ഗോഡ്സ് പ്രോവിഡൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കരുതൽ അഥവാ സംരക്ഷണം എത്രമാത്രം നമ്മെ ദൈവത്തിൽ നിൽക്കുവാൻ സഹായിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ പാഠം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരുതൽ എത്രമാത്രം വലുതാണ്, ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണ്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ളതായ കഴിവ് നാം എപ്രകാരമാണ് നാം അതിനുവേണ്ടി അഥവാ ദൈവത്തെ അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ പാഠത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് യോഹന്നാൻ 16 അധ്യായം 33 വാക്യമാണ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പാസ്റ്റർ ബിനോയ്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവഹിതമാണ് എന്ന് നാം അറിയുന്നു, മനസ്സിലാക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അതങ്ങനെ ചിന്തിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവഹിതമാണോ, അഥവാ നടക്കുന്നതായ കാര്യങ്ങളൊക്കെയും വേദപുസ്തകത്തിന് അടിസ്ഥാനം ദൈവഹിതത്തിന് അനുയോജ്യമായ രീതിയിലാണോ? എങ്ങനെയാണ് നാം ഇതിനെ നോക്കിക്കാണുന്നത്? ഇവിടെ ഒരു ചെറിയ ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. ദൈവം പരമാധികാരിയാണ്, എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതെന്നൊരു ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്നു, എൻ്റെ നായ്ക്കുട്ടി, ഞാൻ ഇത്ര സ്നേഹിച്ച് വളർത്തിയ നായ്ക്കുട്ടി ചത്തതിൻ്റെ കാരണം ദൈവമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പാസ്റ്റർ പറയുകയാണ്, അത് ഇതിന് വലിയ പ്രശ്നം, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത്. അപ്പോൾ കുട്ടി തിരിച്ച് ഒരു ചോദ്യം കൂടെ ചോദിച്ചു. അതായത്, എൻ്റെ മുത്തശ്ശി കൊല്ലുന്നതിന് മുമ്പ് അതിനെ ഞാൻ സഹിക്കാൻ വേണ്ടിയാണോ ആദ്യം എൻ്റെ നായ്ക്കുട്ടിയെ കൊന്ന് ദൈവം എന്നെ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഇത് പലപ്പോഴുമുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ്. ദൈവം എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്നത്. അപ്പോൾ നടക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. നടക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവം പരമാധികാരി ആയതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ചോദ്യം. അപ്പം എല്ലാം ദൈവത്തിന് അറിയാം. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ചോദിക്കും. എന്ത് സംഭവിച്ചാലും എത്ര മോശമായാലും അത് ദൈവേഷ്ടമാണ് എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്, എന്നാൽ ദൈവം അനുവദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ ദൈവം ഇടപഴകുന്നത് ദൈവത്തിൻ്റെ സമയത്താണ്. കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ മനുഷ്യൻ തെറ്റ് ചെയ്തു, അവന് ശിക്ഷ കൊടുക്കണം എന്നുള്ളത് ദൈവം അവസാനത്തേക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ചിലരിൽ ചില സംഭവങ്ങളെങ്കിലും മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പോൾ അത് ദൈവം ചെയ്യുന്നതല്ല, മറിച്ച് എൻ്റെ സ്വാർത്ഥമായ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. നമ്മൾ നടത്തുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കോൺസിക്വൻസ് ആണ് പലപ്പോഴും ദുരന്തങ്ങളാണ്, പ്രത്യാഘാതങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും. പക്ഷേ അത് നടക്കാൻ ദൈവം അനുവദിക്കുന്നു. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനായിരിക്കും. പാസ്റ്റർ ഡോണി, എല്ലാ സംഭവങ്ങളും ദൈവം അറിഞ്ഞാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കാൻ പാസ്റ്റർക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് സാധ്യമാണോ? സാധാരണ മനുഷ്യരിൽ കുറേ പേരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ തിരുവചനം പരിശോധിക്കുമ്പോൾ എല്ലാത്തിനെക്കുറിച്ചും ദൈവത്തിന് അറിവുണ്ട്. പക്ഷേ
അങ്ങനെയെല്ലാം നടക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിട്ട് നടത്തുന്നതോ അല്ല. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ദൈവം അതിനെയൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള ദൈവം മുൻകൂട്ടി കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് ആ സംഭവത്തിന് ഒരു പങ്കുമില്ല. ദൈവം അത് അങ്ങനെ സംഭവിക്കാൻ വേണ്ടി അനുവദിക്കുന്നുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നു. നമുക്ക് 80 സങ്കീർത്തനം ഒന്ന് വായിക്കാം. 81 സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം. 81 സങ്കീർത്തനം 11-ാമത്തെ വാക്യം. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ച് കളഞ്ഞു. ഇനി അതിൻ്റെ 13-14 പറഞ്ഞു, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. അപ്പോൾ ദൈവം എന്താ പറയുന്നത്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഞാൻ പറഞ്ഞതുപോലെ അവർ നടക്കുന്നില്ല. ദൈവം ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടാണ് ഈ സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് ദൈവം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ നേരെ വിപരീതം അവർ ചെയ്യുകയും ഇതൊക്കെ ദൈവം വരുത്തുന്നതാണെന്ന് പറയുകയാണ്. അപ്പോൾ ദൈവം പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചിരുന്നെങ്കിൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നത്തെയും ഞാൻ പരിഹരിച്ച് തരുമായിരുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അതിനകത്ത് വേറൊരു അർത്ഥമുണ്ട്, ഇപ്പോഴെങ്കിലും കേട്ടനുസരിച്ചാൽ ഇതെല്ലാം മാറും. നേരെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ട്. ഇപ്പോഴും അത് ചെയ്താൽ നമ്മൾ ഈ ദൈവമാണെല്ലാം വരുത്തുന്നത് എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ദൈവം നമുക്കെല്ലാം നന്മയ്ക്കായി വരുത്തും. അപ്പോസ്തലനായ പൗലോസിനെ ഉദ്ധരിച്ചിട്ടാണ് സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നതായ തൻ്റെ മക്കൾക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി കൂട്ടി വരുത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കഷ്ടമോ നഷ്ടമോ എന്തു വന്നാലും അത് ദൈവം നന്മയ്ക്കായിട്ട് അത് ഒരുക്കി തീർക്കും എന്നുള്ളതായ ഒരു വസ്തുതയുണ്ട്. എന്നാൽ നമ്മുടെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നത് അത് ദൈവഹിതമാണ് എന്ന് പറയുന്നത് ഭോഷത്വമാണ്. കാരണം ദൈവം ഒരിക്കലും പാപം ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നൽകുകയോ അത് ദൈവം നമ്മെ സഹായിക്കുകയോ അനുവദിക്കുകയോ ചെയ്യുന്നില്ല. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കടന്നു വരാം. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവം സർവശക്തൻ ആണ് എന്ന് പറയുന്നു. അതിന് ഒരു ഗ്രീക്ക് പദം പാൻഡോക്രാറ്റർ എന്ന് പറയുന്നതായ ഒരു പദം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദത്തിൻ്റെ അർത്ഥം, അഥവാ സർവശക്തൻ എന്നുള്ളതായ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ദൈവം സർവശക്തനാണ്. ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവം നമ്മളെ പരിപാലിക്കും. വെളിപ്പാട് 12:17 ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനുമായ ദൈവത്തിൻ്റെ കർത്താവ് എന്നുള്ളതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പാസ്റ്റർ ഡോണി മാത്യു, ദൈവം സർവശക്തനാണ്, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തതായ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് നാം സ്വയമായി ദൈവത്തിന് ചാർത്തി കൊടുക്കുന്നതും ദൈവം അങ്ങനെയാണ് എന്നുള്ളതുമാണ് നമ്മുടെ ഒരു ദൈവ വിശ്വാസം. എന്നാൽ എല്ലാവരെയും രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് എപ്രകാരമാണ് സാധ്യമാകുന്നത്? അതിന് മനുഷ്യരുടെ സമ്മതം, മനുഷ്യരുടെ പ്രയത്നം അഥവാ മനുഷ്യരുടെ വില്ലിങ്നെസ് അനിവാര്യമല്ലേ? എങ്ങനെയാണ് ഈ സർവശക്തനായ ദൈവത്തിന് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുന്നത് അഥവാ കഴിയാത്തത്? ഓക്കെ, നമുക്ക് വേദപുസ്തകം എന്താ പറയുന്നത് നോക്കാം. തിമോത്തിയോസ് എഴുതിയ പൗലോസ് 2 തിമോത്തിയോസ് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? ആരും നശിച്ചു പോകരുത്. അപ്പം നമ്മൾ അവിശ്വസ്തരായാലും ദൈവം എന്ത് ചെയ്യാണ്? ദൈവം അതിൽ വിശ്വസ്തനായി നിലനിൽക്കുകയാണ്. എല്ലാവരും തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തവണ ദൈവം എന്ത് ചെയ്തു? ലോകത്തെ സ്നേഹിച്ചു, അല്ലെങ്കിൽ നമ്മളെയൊക്കെ സ്നേഹിച്ചു എന്ന് പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ആരും നഷ്ടപ്പെട്ടു പോകരുത്. അതിനെന്ത് ചെയ്യണം? ആ ചെയ്യേണ്ടത് ദൈവം ചെയ്തു കഴിഞ്ഞു. പക്ഷേ നമ്മളെന്ത് ചെയ്യണം? അത് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും വേണം. അപ്പോഴാണ്, അങ്ങനെ ചെയ്താൽ എല്ലാവരും രക്ഷപ്രാപിക്കും. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എന്ത് ചെയ്യുന്നു? ഈ തെരഞ്ഞെടുപ്പ് ദൈവം ആരെയും നിർബന്ധിച്ച്
നീ ഇങ്ങനെ തന്നെ ഞാൻ നിന്നെ രക്ഷിക്കും അതുകൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറയുന്നില്ല. ദൈവം എന്താണ്, നിനക്ക് രക്ഷപ്പെടാൻ നോഹയുടെ പെട്ടകത്തിൻ്റെ കഥ നമ്മൾ നമുക്കറിയാം. ഞാൻ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, അത് കയറിയാൽ നീ രക്ഷപ്പെടും. പക്ഷേ ആരും ദൈവം ചെയ്തില്ല, ഉന്തിക്കയറ്റൊന്നുമില്ല, പിടിച്ചതിൽ കയറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും രക്ഷ പ്രാപിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് ആ രക്ഷയെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ആ വാക്യം അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ അവിശ്വസ്തരാണെങ്കിലും എന്ത് ചെയ്യുന്നില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയത്തില്ല. അപ്പോൾ എല്ലാവരെയും രക്ഷിക്കണമെന്നുള്ളതായ ആ സ്വഭാവത്തെ ത്യജിച്ച് കളയാൻ, കുറച്ച് പേരെ മാത്രം രക്ഷിക്കണമെന്ന ആഗ്രഹത്തിലേക്ക് വരാൻ ദൈവത്തിന് കഴിയത്തില്ല. എല്ലാവരും രക്ഷിക്കണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ മനുഷ്യൻ അതിന് വിപരീതമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കൊണ്ട് കുറേ പേർക്ക് ആത്യന്തികമായി ശിക്ഷ അല്ലെങ്കിൽ നാശം അനുഭവിക്കേണ്ടി വരും. പാസ്റ്റർ ബിനോയ്, ദൈവം സർവശക്തനാണ് എന്നുള്ളതാണ് നാം ഈ പാഠത്തിൻ്റെ മുഖ്യ ചിന്തയായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സർവശക്തനായ ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് നാം പറയുന്നത്. വാസ്തവത്തിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തതായ ചില കാര്യങ്ങളില്ലേ? അവ എന്തൊക്കെയാണ്? ദൈവം എന്നുള്ളതായ ആ വ്യക്തിക്ക്, അഥവാ നമ്മുടെ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തതായ ചില കാര്യങ്ങളില്ലേ? ആദ്യമായിട്ട് ദൈവം സർവശക്തനാണ്. നമ്മളുടെ ചോദ്യം, നടക്കുന്ന എല്ലാ തിന്മകളും ദൈവം അറിഞ്ഞിട്ടാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കൂടെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ ക്യാരക്ടറിന് എതിനായ ഒരു കാര്യവും ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. അതായത് ദൈവം സ്നേഹമാണ്, ദൈവം ശിക്ഷിക്കുന്നില്ല, ദൈവം തെറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം തയ്യാറല്ല. ദൈവം ശിക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം അന്യായമായി ആരെയും എന്ത് ചെയ്യുന്നില്ല, ഉപദ്രവിക്കുന്നില്ല, ശിക്ഷിക്കുന്നില്ല. ദൈവം അന്യായമായി ഒന്നും തന്നെ ചെയ്യുന്നില്ല. മാത്രവുമല്ല, നമ്മൾ തിയോളജി ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതായ സമയത്ത് ദൈവത്തിന് നുണ പറയാൻ കഴിയുകയില്ല, ദൈവത്തിന് ദൈവമല്ലാതിരിക്കാൻ കഴിയുകയില്ല, ദൈവത്തിന് ഈ കൽപ്പനകൾ ലംഘിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. അപ്പോൾ സർവശക്തനായ ദൈവം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുമ്പോൾ അവൻ സർവത്തിനും അധിപനാണ്. പക്ഷേ പാസ്റ്റർ പറഞ്ഞ് ആരംഭിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം വിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും എന്ന് കരുതേണ്ടതില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം വരുത്തുന്നത് പ്രധാനമായ ഒരു കാര്യത്തിലാണ്. ഒന്ന്, യേശു പറയുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിക്കാൻ. യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ദൈവം അനുവദിക്കുകയാണ് അവിടെ ആ കഷ്ടത അനുഭവിക്കാൻ. അത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത് ദൈവം വ്യത്യാസം വരുത്തുന്ന ഒരു കാര്യം, പാപികളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാനസാന്തരപ്പെടുന്ന പാപിക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കും. കറക്റ്റ്. മാനസാന്തരപ്പെടുന്ന പാപിക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. മാനസാന്തരപ്പെടുന്ന ഒരാളെ ശിക്ഷിക്കാൻ ദൈവത്തിന് പറ്റില്ല. കറക്റ്റ്. മാത്രവുമല്ല, പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കാത്തതായ ഒരു വ്യക്തിക്ക് പാപം ക്ഷമിച്ചു കൊടുക്കാനും കഴിയില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സാണ്. അതുപോലെ തന്നെ പാസ്റ്റർ ഡോണി, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ളതായ ഭാഗങ്ങളിൽ അപ്പോസ്തലനായ പൗലൂസ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മുൻനിർണയം ചിലരെ രക്ഷിക്കുന്നതിനും ചിലരെ നശിപ്പിക്കുന്നതിനും വേണ്ടി ദൈവം നിർണയിച്ചിട്ടുണ്ടോ? ഈ മുൻനിർണയം എന്ന് പറയുന്നത് എന്താണ്? എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഒന്ന്, നമുക്ക് ആ വാക്യം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാതിരിക്കേണ്ടതിന് അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അത് 1-ാമത്തെ അധ്യായം എഫേസ്യർ 1:9 മുതൽ 11 വരെയുള്ള വാക്യത്തിലാണ്. അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. നമ്മോട് എന്ന് പറയുമ്പോൾ ചിലരോട് അറിയിച്ചു എന്നവിടെ അർത്ഥമില്ല. നമ്മോട് എന്ന് വെച്ചാൽ നമ്മ എല്ലാവരോടും അവൻ്റെ ഹിതം അറിയിച്ചു. ആ മുൻനിർണയിച്ചത് ദൈവത്തിൻ്റെ ഹിതം അറിയിക്കാനാണ് മുൻനിർണയിച്ചത്. അതെ, ആ ദൈവത്തിൻ്റെ ഹിതം അറിയിക്കാനാണ് മുൻനിർണയിച്ചത്. അതെന്ത് ചെയ്തു? അത് എല്ലാവരോടും അറിയിച്ചു. അവൻ്റെ ഹിതമർമ്മം അവനിൽ താൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം, പിന്നെയും
ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ. ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക, എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? മുൻ നിർണയിച്ചത്. അത് എല്ലാവരെയും അറിയിച്ചു. ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം, അത് ഞാൻ എടുത്തു വായിക്കുകയാണ്, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്. അപ്പോൾ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം എന്താണ് പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുന്നവന് നിർണയിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്നില്ലെങ്കിൽ എന്തില്ല, നിർണയമില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചോയ്സ്, നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. അല്ലാതെ ദൈവം നമ്മൾ ഇന്നത് എടുക്കാൻ നമ്മളെ നിർബന്ധിക്കുകയോ ഇന്നാരെ അതിലേക്ക് കൊണ്ടുപോകുകയോ മാറ്റി വെക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാവർക്കും ദൈവം സാവകാശം നൽകിയിട്ടുണ്ട്. ദൈവത്തെ ആ സാവകാശം ഉപയോഗപ്പെടുത്തുന്നവർക്ക് അതിൻ്റെ നന്മ അനുഭവിക്കും, ഉപയോഗപ്പെടുത്തില്ല എങ്കിൽ അതിൻ്റെ തിന്മയും അനുഭവിക്കും. നമുക്ക് ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, നാം മുൻ നിർണയത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ ചില വാക്കുകൾ നാം എടുത്ത് സംസാരിക്കുകയുണ്ടായി. മുൻ നിശ്ചയിക്കുകയും അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്യുക, ഇത് രണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ തമ്മിലുള്ളതായ വ്യത്യാസം എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? ഒന്നാമതായി മുൻകൂട്ടി നിർണയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആളുകൾ പറയില്ലേ, വിധിയാണ്, ഇതെൻ്റെ വിധിയാണ്, തലേവരെയാണ് എന്ന് പറയാം. നേരത്തെ എല്ലാം തീരുമാനിച്ചു, മാറ്റമില്ല. ഇനി നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടോ എന്ത് ചെയ്തിട്ടും നമുക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെനിക്ക് സംഭവിച്ചതാണ്, ഞാൻ അനുഭവിച്ചേ പറ്റൂ, ഈ കഷ്ടത ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ, ഞാൻ അങ്ങനെ ആയിപ്പോയി, ഇനി അത് അനുഭവിച്ച് തീർത്തേ പറ്റൂ എന്നുള്ളതാണ്. അതാണ് ഈ മുൻ നിർണയിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മുൻകൂട്ടി അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി അറിയാനുള്ള ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാൻ കഴിയും. പക്ഷേ ദൈവത്തിന് മുൻകൂട്ടി എന്ത് സംഭവിക്കും, ഞാൻ എന്തായിത്തീരും, എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാമെങ്കിലും അത് വെച്ചുകൊണ്ട് ദൈവം നമ്മളെ പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല. കാരണം അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെ ദൈവം സ്വാധീനിക്കില്ല. ദൈവം ഒരു പക്ഷേ, അതുകൊണ്ടാണ് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ഗെത്സമനെ തോട്ടത്തിൽ ദൈവത്തിന് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ ആ ഒരു ഇത് മാറ്റിവെക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല, മുൻകൂട്ടി അറിയുന്നു എന്ന് വെച്ചിട്ട്. മറ്റു കാര്യം, ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് നന്നായിട്ടറിയാം. എങ്ങനെയാണ് ഓരോ സംഭവങ്ങൾ നടക്കുന്നത്, കർത്താവിൻ്റെ രണ്ടാം വരവെപ്പോഴാണ്, കാലസമ്പൂർണതയിൽ യേശു വന്നു എന്ന് പറയുന്നത് പോലെ ഈ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുക എന്നുള്ളത് രക്ഷയ്ക്കു വേണ്ടി ഒരുങ്ങുവാൻ, വരാനിരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ പ്രവാചകന്മാരിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് യഥാർത്ഥത്തിൽ മുൻകൂട്ടി അറിയിക്കുക, ദൈവത്തിൻ്റെ ഫോർ നോളജ് എന്ന് പറയുന്നത്. മറ്റേത് ദൈവം അല്ലെങ്കിൽ ഒരു റോബോട്ടിനെ ഉണ്ടാക്കുന്ന പോലെയാണ്. നീ ജനിച്ചു, ഇങ്ങനെ തന്നെ പോകണം, ഇങ്ങനെയാണോ, അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. ദൈവം പറയുന്നത് എല്ലാ മനുഷ്യരും രക്ഷപ്പെടാൻ, വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ ലഭിക്കാൻ തയ്യാറാണ്, ദൈവം കൊടുക്കാൻ തയ്യാറാണെന്നുള്ളത്. പാസ്റ്റർ ടോണി, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യത്തിൽ ദൈവം നമുക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദത്തത്തിൽ ഈ ആശങ്കകൾക്കിടയിലും നമുക്ക് എങ്ങനെയാണ് വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ നമുക്ക് പറ്റുന്നത്? ഓക്കെ, ആ വാക്യം തന്നെ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ആദ്യമേ പറയുകയാണ്, നിങ്ങൾക്ക് എന്തുണ്ടാവണം? സമാധാനം ഉണ്ടാകണം. ഇന്നത്തെ രീതിയിൽ സമാധാനം ഉണ്ടാകത്തില്ല. കാരണം തുടർന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ലോകത്ത് കഷ്ടമുണ്ട്. കഷ്ടത്തിലൂടെ നിങ്ങൾക്ക് പോകുമ്പം, കഷ്ടത്തിലൂടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സമാധാനം കണ്ടെത്താൻ കഴിയുക? വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത്. വെറുതെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകത്തില്ല. കാരണം ഞാൻ എന്ത് ചെയ്തവനാണ്? ഞാൻ കഷ്ടത്തെ ജയിച്ചവനാണ്. കഷ്ടം, നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടമെല്ലാം സഹിച്ച് അതിനെ ജയിച്ചവനായതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ, എന്നിൽ വിശ്വസിച്ചാൽ,
എൻ്റെ യഥാർത്ഥ വിശ്വാസിയോ ശിഷ്യനോ ആയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കഷ്ടത്തെ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് സമാധാനമുണ്ട്. ഞാൻ തരുന്ന എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല. അത് ഞാൻ തരുന്ന സമാധാനം നിങ്ങൾക്ക് നിത്യസമാധാനമാണ്. എന്താണ്? നിങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് നിങ്ങളെ എന്നേക്കുമായി മാറ്റുവാൻ, അല്ലെങ്കിൽ കഷ്ടതയ്ക്ക് അപ്പുറം ജയിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ജയിച്ച് കാണിച്ചു. അതുകൊണ്ട് ജയിച്ച എന്നെ പിൻപറ്റുക, ജയിച്ചവൻ്റെ പുറകെ കൂടുക, നിങ്ങൾക്ക് ജയിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. ജയിച്ചവൻ്റെ പുറകെ കൂടിയാൽ നമുക്കും ജയിക്കാം. അപ്പോൾ യേശു പറഞ്ഞു, ഈ കഷ്ടമൊക്കെ ഉണ്ട്, എനിക്കും കഷ്ടമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഇതൊക്കെ ജയിച്ചു. എൻ്റെ കൂടെ കൂടിക്കൂ. ഓക്കെ പാസ്റ്റർ, ദൈവം നമ്മെ ഈ വിളിച്ചിരിക്കുന്നത് രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. പാപം ഉത്ഭവിക്കുന്നതിന് മുൻപ് തന്നെ പാപത്തിന് പരിഹാരവും പാപത്തിൻ്റെ പരിഹാരമായിട്ടുള്ളതായ പദ്ധതികളും ദൈവം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഫോർ നോളജിനെ അല്ലെങ്കിൽ മുൻ അറിവിനെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും? യഥാർത്ഥത്തിൽ ദൈവത്തിന് മുൻകൂട്ടി കാര്യങ്ങൾ അറിയാനുള്ള ജ്ഞാനമുള്ളതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി സംഭവിക്കുമെന്ന് മനസ്സിലാക്കി അപ്പോഴേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആദം പാപം ചെയ്ത ശേഷമല്ല ദൈവം രക്ഷാപദ്ധതി ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ അറിവ് കൊണ്ട്, ജ്ഞാനം സർവജ്ഞാനിയായതുകൊണ്ട്, ഭാവി അറിയാൻ കഴിയുന്നത് കൊണ്ട് ദൈവം ആ രക്ഷാപദ്ധതി അപ്പോഴേ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. ഇനിയും അതിനകത്ത് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിർണയത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത് സംഭവിച്ചെന്നുള്ളതാണ്. ദൈവം മുന്നമേ നിർണയിച്ചതല്ല. കാരണം ആദമിനും ഹവ്വയ്ക്കും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ഒരു പക്ഷേ അവർ നല്ലത് തിരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ, ദൈവം പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്ലാൻ ഓഫ് സാൽവേഷൻ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ തീരുമാനം ഒരു പക്ഷേ ദൈവം മുൻകൂട്ടി നിർണയിച്ച് വിട്ടിരുന്നെങ്കിൽ ഒരിക്കലും ആ ഭാഗത്തേക്ക് ഹവ്വ പോകേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ ദൈവം യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. മുൻ നിർണയം ഉപയോഗിച്ചിട്ടല്ല, വിധിയല്ല, തിരഞ്ഞെടുക്കാനുള്ള ഫോർ നോളജ് മുൻകൂട്ടി അറിയുന്നത് കൊണ്ടാണ് ദൈവം ഈ രക്ഷാപദ്ധതി നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. പാസ്റ്റർ ഡോണി, ദൈവം കഷ്ടപ്പെടുന്നതായ ദൈവജനത്തോട് അടുത്തിരിക്കുന്നതായ ഒരു ദൈവമാണ്. നാം ഇന്ന് ഈ ചർച്ച ചെയ്തതായ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായ ദൈവമാണ്. അതല്ലാതെ ദൈവം നമ്മെ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ല. ദൈവത്തിൻ്റെ സർവ്വശക്തി കൊണ്ട് നമ്മെ രക്ഷിക്കുന്നതിനും ദൈവഭാഗത്ത് നിലനിർത്തുന്നതിനും ഒടുവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരുമായി ചേർക്കുന്നതിനുമാണ് ദൈവം നമ്മെ സഹായിക്കുന്നത്. ഈ പാഠം നമ്മോടുകൂടെ പഠിച്ചതായ എല്ലാവരും അത്തരത്തിൽ ദൈവത്തിൻ്റെ ആ വിശാലമായ ആ കാഴ്ചപ്പാട് മനസ്സിലാക്കി ദൈവഭാഗത്ത് നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ബിനോയ് സാറുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, നീ ഞങ്ങളെ എത്രമാത്രം കരുതലോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഓരോ നീക്കത്തിനും മേലും നിൻ്റെ കണ്ണ് സ്വർഗം ചെവി താഴ്ത്തി കേൾക്കുകയും ഞങ്ങളെ ഉറ്റുനോക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് അങ്ങയുടെ സുരക്ഷിതത്വത്തിൻ്റെ ജ്ഞാനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നിഴലിൽ ജീവിക്കാൻ നീ ഞങ്ങളെ ശക്തരാക്കണം. ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ പാസ്റ്റർ ഡോണി മാത്യുവിനും പാസ്റ്റർ ബിനോയ്ക്കും ദൈവനാമത്തിൽ നന്ദി പറയും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് വേഗം വരുവാൻ പോകുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയിൽ നാം ആയിരിക്കാൻ ദൈവം നമ്മെ ഇവരെയും സഹായിക്കുമാറാകട്ടെ.